ഹായ് ഓൾ. ഇന്നലെ നമ്മളെ മാർക്കറ്റ് അനാലിസിസ് കണ്ടവർക്കൊക്കെ ഏകദേശം നല്ല ലാഭം കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞിരുന്നു ഇന്നലത്തെ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് ഈ സൈഡിലേക്ക് ഒരു എൻട്രി ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അതായത് 25 വരെ പോകാൻ സാധ്യതയുണ്ട് പറഞ്ഞിരുന്നു. പക്ഷേ ബ്രേക്ക് ചെയ്തില്ല, നേരെ താഴേക്ക് മാർക്കറ്റ് ഓപ്പണിംഗ് ചെയ്തപ്പാട് വന്നത്. അതുകൊണ്ട് അപ്പോൾ താഴേക്കുള്ള ലെവൽ പറഞ്ഞ് 25,800 ഒരു സപ്പോർട്ട് പറഞ്ഞത്. പിന്നെ പറഞ്ഞ് 25,700 ബ്രേക്ക് ചെയ്താൽ 25,700 വരെ പോകാൻ സാധ്യതയുള്ളൂ പറഞ്ഞു. പക്ഷേ ബ്രേക്ക് ചെയ്തില്ല, കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ സപ്പോർട്ട് ലെവലിൽ വന്നിട്ട് മാർക്കറ്റ് വീണ്ടും തിരിച്ച് കയറിയിട്ടുണ്ട്. ചെറിയൊരു 50 പോയിന്റ് കയറിയിട്ടുണ്ട്. രാവിലെ ഞാൻ ട്രേഡ് എടുത്തിട്ടില്ല, കാരണം ഞാൻ ഉണ്ടായിട്ടില്ല മാർക്കറ്റിൽ. ഒരു 12 മണിക്ക് അടുത്തെത്തി ഞാൻ വരുമ്പോൾ. ഒരു ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ട് ഇപ്പോൾ 12 മണിക്ക് അടുത്തെത്തി ഞാൻ വരുമ്പോൾ മാർക്കറ്റിലേക്ക്. പിന്നെ ഞാൻ കാണുമ്പോഴേക്ക് ട്രേഡ് ഏകദേശം കഴിഞ്ഞിരുന്നു, ആ മൂവ്മെൻ്റ് എല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ പിന്നെ ട്രേഡ് എടുക്കാൻ വേണ്ടി നിന്നില്ല. പിന്നെ ഞങ്ങൾക്ക് ട്രേഡ് ഉണ്ടായിരുന്ന പിന്നെ 25,800 എന്നായിരുന്നു. 25,800 സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ചു പോകുന്നത് കണ്ടിട്ടാണ് നമുക്ക് ട്രേഡ് എടുക്കാൻ. പക്ഷേ മാർക്കറ്റ് എത്രമാത്രം മുകളിലേക്ക് പോകും, എത്രമാത്രം പ്രഷർ ഉണ്ടെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവന് എടുക്കാമായിരുന്നു. പക്ഷേ മാർക്കറ്റ് അത്യാവശ്യം മൂവ്മെൻറ്റ് കിട്ടിയിരുന്നു. 10, 15, 20 പോയിൻറ്റിൻ്റെ കിട്ടിയിരുന്നു. ഓപ്ഷനിലെല്ലാം ഒരു 20 പോയിൻറ്റ് കിട്ടുന്ന 20-25 പോയിന്റ് കിട്ടുന്ന ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു അതിൽ. പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റില്ല, കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. മാർക്കറ്റിൽ അങ്ങനെയാണ്, ഇപ്പം നമ്മൾ വിചാരിച്ച പോലെ നടക്കില്ല കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ നാളത്തെ ലെവൽ പറയുകയാണെങ്കിൽ അതിൽ ഇന്നത്തെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ട്. അത് ഇന്നലത്തെ അതേപോലെ തന്നെ വൈകുന്നേരം കൺസോൾട്ടേഷനാണ് വന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ചിലപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരികയാണെങ്കിൽ ആ ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് നിങ്ങൾക്ക് ഞാൻ ചാർട്ട് സൈഡിൽ വെക്കാം. ആ റേഞ്ച് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പി സൈഡിലേക്ക് ട്രേഡ് എടുക്കാം. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ആ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകണമെങ്കിൽ സി സൈഡിലേക്ക് ട്രേഡ് എടുക്കും. പക്ഷേ താഴേക്ക് വരുന്നുണ്ട് 25,800 വീണ്ടും ആ ഒരു സപ്പോർട്ട് ലെവലുണ്ട്. അതൊന്ന് ബ്രേക്ക് ചെയ്യണം. 25,800 ബ്രേക്ക് ചെയ്ത് 25,650 വരെ മാർക്കറ്റിന് സുഖമായി സഞ്ചരിക്കാനുള്ള ഒരു പ്രഷർ ഉണ്ട് മാർക്കറ്റിന്. 25,800 കൃത്യമായിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺ സൈഡിലേക്ക് 25,600, 25,700 ആ ലെവലിലെ ഒരു 50 പോയിന്റ് പിന്നെ ഒരു സപ്പോർട്ട് വരുന്നത്. അപ്പോൾ 25,650 മുതൽ 700, 25,700 വരെ സപ്പോർട്ട് ലെവൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇന്നത്തെ 25,800 ബ്രേക്ക് ചെയ്ത് താഴേക്ക് മാർക്കറ്റ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുക്കാം. അല്ല മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ ട്രേഡ് അധികം കാണുന്നില്ല. തൊട്ട് മുകളിൽ തന്നെ ഒരു സപ്പോർട്ടുണ്ട്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇതുപോലെ തന്നെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഇന്നലത്തെ ഹൈ ഇല്ല, അത് ബ്രേക്ക് ചെയ്ത് പോകുന്നില്ല. അവിടുന്ന് റിവേഴ്സ് എടുക്കുന്നുണ്ടോ നോക്കാം നമുക്ക്. അതായത് ഇന്നത്തെ ഹൈലായത് ഇന്ന് ഓപ്പണിംഗ് ആയ സ്ഥലം, ഇന്ന് ഓപ്പണിംഗ് ആയ അത് ഇന്നത്തെ ഹൈ തന്നെ കേട്ടോ. അത് ശരിയല്ല. അപ്പോൾ ഇന്നത്തെ ഹൈ ഉണ്ടല്ലോ, ആ ഹൈ ബ്രേക്ക് ചെയ്ത് പോകുന്നില്ലെങ്കിൽ നമുക്ക് ഏകദേശം ആ റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ, ഇന്നത്തെ ഓപ്പണിങ്ങിൽ അതേ സ്ഥലത്ത് തന്നെ മാർക്കറ്റ് ഓപ്പണിംഗ് ആവുന്നെങ്കിൽ 5 മിനിറ്റ് നോക്കുക നിങ്ങൾ. എന്നിട്ട് ഡൗൺ സൈഡിലേക്കാണ് വലിയ ക്യാൻഡിൽ അല്ല, 5 മിനിറ്റ് ക്യാൻഡിൽ ഉണ്ടാവും. ചോട്ട് ചെറിയ ക്യാൻഡിലാണെങ്കിൽ ആ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ട്രേഡ് എടുക്കാവുന്നതാണ്. അല്ലാതെ അപ്പ് സൈഡിലേക്ക് ആ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ മറ്റൊരു ട്രേഡ് കാണുന്നില്ല. ഇല്ല പിന്നെ അത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകണം. ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി 25,100 വരെയൊക്കെ മാർക്കറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്. ആ ലെവലിലാണ് നാളെ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടുള്ള സപ്പോർട്ട് നമുക്ക് 3 നോക്കി നോക്കാം. 24,800 ഡൗൺ സൈഡിലേക്ക് അത് ബ്രേക്ക് ചെയ്ത് പോയാൽ 24,650 മുതൽ 700 വരെ. മുകളിലേക്കാണെങ്കിൽ 24,900, 950 വരെയുണ്ട്. അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ അത് ബ്രേക്ക് ചെയ്ത് 24,950, അതായത് ഇന്നലത്തെ ഹൈ ബ്രേക്ക് ചെയ്ത് പോയാൽ 25,100 വരെ നമുക്കൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. ഓക്കെ. പിന്നെ ഇന്ന് ഞാൻ എടുത്ത മറ്റൊരു ട്രേഡ് എന്താ വെച്ചാൽ ഒരു വീക്കിലി പൊസിഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. 25,100 കോളും സെല്ല് ചെയ്തിട്ടുണ്ട്, 24,400 പുട്ടും സെല്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ വൈകുന്നേരം ആകുമ്പോഴേക്ക് അവിടെ വരെ എത്തിയില്ലെങ്കിൽ നല്ലൊരു ഡി കിട്ടും. അപ്പോൾ മറ്റന്നാളേക്ക് വെക്കൂല, എന്തായാലും നാളെ ഈവനിങ് ആകുമ്പോഴേക്ക് ക്ലോസ് ചെയ്യും. കാരണം ഈ വീക്കിലി പൊസിഷൻ ഇന്ന് ഈ ആഴ്ച എടുക്കാത്തതുകൊണ്ട് അതൊന്നും എടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നാളത്തെ മാർക്കറ്റിൽ പറയാനല്ലേ. പിന്നെ എന്താ വെച്ചാൽ നിങ്ങൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നാളെ എങ്ങനെ ഗ്ലോബൽ മാർക്കറ്റിൽ ഓപ്പൺ ആവുമെന്ന് നോക്കുക. എന്നിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങളോട് ട്രേഡ് പ്ലാൻ ചെയ്യുക. എല്ലാ ഗ്ലോബൽ മാർക്കറ്റും നല്ല ഹൈയിലാണെങ്കിൽ ഇന്നെന്താ ചെയ്ത് സൈഡ് വേസ് ആയിരുന്നു മൂവ്മെൻറ്റ്. എല്ലാ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ അത്ര വലിയൊരു ഹൈപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ മാർക്കറ്റ് ഏകദേശം അതുപോലെ തന്നെ മൂവ് ചെയ്തത്, ചെറിയൊരു ഡൗൺ സൈഡിലേക്ക്. അപ്പോൾ നാളെ ഏതായാലും ഗ്ലോബൽ മാർക്കറ്റിൽ നോക്കാം നമുക്ക്. അതിലെങ്ങനെ ഓപ്പൺ ആവുമെന്ന് നോക്കിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ ലെവലുകൾ നിങ്ങളൊന്ന് നോക്കി നോക്കാം. ഞാൻ ലെവൽ സൈഡിൽ കൊടുക്കാം കേട്ടോ. ഓക്കെ.